ഹായ് നമ്മുടെ വിൽഫ്രഡിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരു കൂടി സ്വാഗതം കേട്ടോ. നമ്മള് ഡ്രീം മ്യൂസിക് കാർ ഷോറൂമിലാണ് നിൽക്കുന്നത്. നമ്മുടെ വിയൂര് ഹോണ്ട ഷോറൂമിന്റെ മുന്നില് നമ്മുടെ കൂടെ എന്നും പറഞ്ഞുതരാൻ വേണ്ടിട്ട് നമ്മുടെ ഇവിടുത്തെ സാന്നിധ്യമുണ്ട്. അർണോൾഡ് ഉണ്ട്. കൂടുതലൊന്നും പറയില്ല, എല്ലാ ഷോറൂം റേറ്റ് ആണ് കേട്ടോ. അപ്പൊ ഞങ്ങളത് എല്ലാത്തിലും എടുത്ത് പറയണില്ല. ലോൺ സൗകര്യം ഉണ്ട് എല്ലാത്തിലും ഇല്ലേ? ഒരു 10 അങ്ങോട്ട് മേപ്പോട്ട് എല്ലാ വണ്ടികളും ലോൺ സൗകര്യങ്ങൾ ചെയ്യാം കേട്ടോ. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. നമ്പർ കോൺടാക്റ്റിലുണ്ട്, സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ആദ്യത്തെ ഡ്രീം മ്യൂസിക് ഷോറൂമില് നമ്മുടെ ആദ്യത്തെ വണ്ടിയാണ് പറഞ്ഞത്. നമുക്ക് വേണമെങ്കിൽ ഡിസൈർ തന്നെ തുടങ്ങാം. ഓക്കെ, ഡീസലാ? ഇത് പെട്രോൾ CNG വണ്ടിയാണ്. CNG കമ്പനിയാണോ? CNG അന്ന് കമ്പനി ഇല്ലല്ലോ. ഇല്ലല്ലേ? ഓക്കെ, 14 മോഡലാ. ബുക്കിലടക്കം എൻഡോഴ്സ്മെന്റ് ചെയ്തിട്ടുള്ളതാണ്. അതെ, 2014 87,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 87,000 കിലോമീറ്റർ ഓടി. ടയറുകളൊന്നും കുഴപ്പമില്ല. ടയറൊക്കെ നല്ല കട്ടുള്ള ടയറാണ്. അടിപൊളി അപ്പോളോ നല്ല ടയറുകളാണ്. നീറ്റ് ആണ് കേട്ടോ. VXI ആണ്. റിഗാലിയ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ്. മേജർ ആയിട്ട് ഇഷ്യൂസ് റീപ്ലേസ് വണ്ടി മറ്റേ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. കമ്പനി സർവീസ് ആണ് വണ്ടി കേട്ടോ. ഫുള്ള് കമ്പനി സർവീസ് വണ്ടി. വുഡിന്റെ പാനലിംഗ് കാര്യങ്ങളൊക്കെ വരും. ഇതാണ് റിഗാലിയ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ അലോയ്സ് ഒക്കെ നല്ല അടിപൊളി മോഡലോ അലീസോ L01 ഒക്കെ എത്ര പറയണം നമുക്ക്? ഇത് 3,80,000 രൂപ. 2014 മോഡൽ CNG പെട്രോൾ വിത്ത് CNG. 3,80,000 ചെറിയ അഡ്ജസ്റ്റബിൾ ലോണൊക്കെ ചെയ്തിട്ട്. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോവാം. നമുക്ക് ഒരു ഹുണ്ടായി വെനു ഉണ്ട്. ഇത് 2020 മോഡല്. 2020 മോഡൽ. 20 മോഡൽ അല്ലേ? ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കണു. 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. അത്ര ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. കമ്പനി സർവീസ്. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നല്ല ടയറുകളും കാര്യങ്ങളാണ്. ഇത് റേറ്റ് വരുന്നത് 6.25 ലക്ഷം രൂപ. 6.25 ലക്ഷം രൂപയാണ് കേട്ടോ ഇതിന് ആസ്ക് ചെയ്യണത്. നല്ല നീറ്റ് ആണല്ലോ വണ്ടി. ഓക്കെ, അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ അമേസ് അല്ലേ? അമേസ് 2018 മോഡൽ. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 80,000 കിലോമീറ്റർ ഓടിക്കുന്നു. 80,000 കിലോമീറ്റർ കമ്പനി സർവീസ് ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഫുൾ കമ്പനി സർവീസ് ആണ്. തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി. കമ്പനി ഇഷ്ടമുള്ള വണ്ടിയാണ്. ഫുൾ കമ്പനി ഇഷ്ടമുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർ അല്ലേ? സെക്കൻഡ് ഓണർ. ടയറും കാര്യങ്ങളും. പെട്രോൾ അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക്. എന്താ പറയുന്നത് റേറ്റ്? 6,80,000 രൂപ. 6,80,000 രൂപയാണ് ആസ്കിംഗ് റേറ്റ്. ഇതിൽ നമുക്ക് ലോൺ സൗകര്യങ്ങൾ ഉണ്ട്. ഡയറക്റ്റ് ഓൺ ടേബിൾ ചെറിയ നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാട്ടോ. ഓക്കെ, അടുത്ത നമുക്ക് ഒരു 15 മോഡൽ ഇന്റർകൂളർ ഇന്നോവ. ഓക്കെ, ലാസ്റ്റ് ഇന്നോവ അല്ലെ? ലാസ്റ്റ് ഇന്നോവ 2015 മോഡൽ ഇന്റർകൂളർ. അത്യാവശ്യം മൈലേജ് ഉള്ള മോഡൽ. മൈലേജ് കാര്യങ്ങൾ കിട്ടും. ഓണർഷിപ്പിൽ നിൽക്കുന്ന 1,68,000 കിലോമീറ്റർ വണ്ടി ഓടിക്കണുള്ളൂ അല്ലെ? നല്ല ടയറുകളും കാര്യങ്ങളും ഇന്റീരിയേഴ്സ് കാര്യങ്ങളൊക്കെ ആയാലും വണ്ടി എക്സ്ട്രാ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം മേജറായിട്ട് നമുക്ക് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. ഇല്ല, മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ ടച്ച് സ്ക്രീൻ സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, നീറ്റ് വണ്ടിയാണ്. റീ രജിസ്ട്രേഷൻ വെഹിക്കിൾ ആണ്. KL8 നിൽക്കുന്നു. പ്രോപ്പർ KL8 മാറ്റിയിട്ടുണ്ട്. വണ്ടി വേറെ വർക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ല. നീറ്റ് വണ്ടിയാ. ഒരു ടച്ചപ്പ് പോലും ഇല്ല. നീറ്റ് വണ്ടിയാ. 7 സീറ്റർ അല്ലേ? 7 സീറ്റർ. നമ്മൾ റേറ്റ് ആസ്ക് ചെയ്യുന്നത് 9,50,000 രൂപ. ഓക്കെ, 9 ലക്ഷമാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. നമുക്ക് ആണ്. ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ കിട്ടണം. ലോണും കാര്യങ്ങളും കിട്ടും. എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തു നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്തേക്ക് പോയാൽ ഇതോ സെൽട്ടോസ് 2022 മോഡല് 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. HTK പ്ലസ് ഡീസൽ വേരിയന്റ് ആണ് കേട്ടോ. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ടയറുകളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം. നമ്മൾ റേറ്റ് ചോദിക്കുന്നത് 14,400,000 ലക്ഷം രൂപ. 14,400,000 ലക്ഷം രൂപയാണ്. ഓക്കെ, ഇത് ചോദിക്കുന്ന റേറ്റ്. മേജറായിട്ട് ഇഷ്യൂസ് കാര്യങ്ങളും ഫുൾ കമ്പനി സർവീസ് ആണ്. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? 5 സീറ്റർ ആണല്ലോ? 5 സീറ്റർ വണ്ടിയാണ്. ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ കൊടുക്കാനുള്ളത് തന്നെയാണ്. ഇത് 2015 മോഡല് Go Plus 15 മോഡല് 7 സീറ്റർ വണ്ടിയാണ്. ഇത് 7 സീറ്റർ ആണ്. പെട്രോള്. സെക്കൻഡ് ഓണർ. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 50,000 കിലോമീറ്റർ അല്ലേ? ഈ ചെറിയ ഫാമിലിക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു 7 സീറ്റർ ചെറിയ പിള്ളേരെ ബാക്കിലിരുത്തി ചെറിയൊരു 7 സീറ്റർ. അതെ. ഓക്കെ, വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും എത്ര പറയണേ? ഇത് 2,35,000 രൂപ. 2,35,000 ലോണും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ എസ്റ്റിലോ. ഇത് 2011 മോഡല്. 11 K സീരീസ് എഞ്ചിനാണ് കേട്ടോ. ABS ഉള്ള വണ്ടിയാണ് അല്ലേ? ABS ടൈപ്പ് വണ്ടിയാണ്. എന്താ പറയണേ? ഇത് 1,50,000 രൂപ. ഓക്കെ,
1,50,000 1.5 ലക്ഷം കേട്ടോ ഈ വണ്ടിക്ക് പറയുന്ന റേറ്റ്. വണ്ടി ടയറുകളും കാര്യങ്ങളെല്ലാം വണ്ടി കുഴപ്പമൊന്നുമില്ല. ഇതിൽ നമുക്ക് പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഒക്കെ ഉണ്ട്. 2 ഡോർ പവർ വിൻഡോ ഉണ്ട് അല്ലേ? 2 ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ ക്രൂസ് 2011 മോഡല് 11 മോഡൽ LTZ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. സൺറൂഫിക്കുള്ള വണ്ടി വരുന്നത്. ഓക്കെ. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് ശരിക്കും. ഇപ്പൊ തന്നെ അവരുടെ തന്നെ ഒരു ഡ്രൈവറുടെ പേരിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ സെക്കൻഡ് ഒരാളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, യൂസ് ചെയ്തിട്ടുള്ള വണ്ടി. 90,000 കിലോമീറ്റർ ഓടിയേക്കുന്നു. ഡീസൽ അല്ലേ? ഡീസൽ 90,000 കിലോമീറ്റർ. എത്ര പറയണേ? ഇത് 3.25 ലക്ഷം രൂപ. 3.25 ലക്ഷം രൂപ കേട്ടോ. അത് ആസ്കിംഗ് പ്രൈസ്. ഇതിന് നമുക്ക് ലോൺ കിട്ടും? ഇതിന് ലോൺ കിട്ടില്ല. ലോൺ ചെയ്യില്ല. ഓക്കെ. ഷെവർലെറ്റ് അല്ലേ? ഇതൊക്കെ റാപ്പിഡ് 2012 മോഡല് 81,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ അല്ലേ? 3,40,000 രൂപ ചോദിച്ചിരുന്നു. ഗ്ലാസ് ചെറിയ ക്രാക്ക് ഉണ്ട് അല്ലേ? എത്ര ജെനുവിനിറ്റിക്ക് വേണ്ടി മാറി ജെനുവിനിറ്റിക്ക് വേണ്ടി വെച്ചേക്കുന്നതാണ്. റീപ്ലേസ് അല്ലാണ്ടിരിക്കാൻ റീപ്ലേസ് ഒന്നുമില്ല. എത്ര പറയണേ? ഇത് 3,40,000 രൂപ. 3,40,000 രൂപ അല്ലേ? അതുപോലെ 2021 ടിയാഗോ ഓട്ടോമാറ്റിക് ആണ്. ശരി. ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഓക്കെ. 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചെറിയ ഓട്ടോ ഉള്ളൂ അല്ലേ? ഇത് റേറ്റ് ചോദിക്കുന്നത് 5,90,000. 5,90,000 രൂപയാണ് ചോദിക്കുന്നത്. അതോ? അത് 2019-20 ടിയാഗോ മാനുവൽ അല്ലേ? മാനുവൽ XM വേരിയന്റ്. അത് 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. വേറെ ഷിഫ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെയാണ്. കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല. ആ 700 ഉള്ളോ? 700 കൊടുക്കാളല്ല. കസ്റ്റമർ വന്നേക്കുന്നതാ. വന്നേക്കുന്നതാണ് അല്ലേ? ഓക്കെ. ഓക്കെ. ഇനി ഇതൊക്കെ നമ്മൾ കണ്ടില്ലേ? ഇതൊക്കെ കണ്ടു. ഇങ്ങനെയാണെങ്കിൽ നമുക്കിത് ഒരു ഹോണ്ട സിറ്റി പരിചയപ്പെടാം. 2016 ഹോണ്ട സിറ്റി. 16 പെട്രോൾ അല്ല, ഡീസൽ വേരിയന്റ്. ഡീസൽ വേരിയന്റിൽ നിൽക്കുന്നു. 75,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള കമ്പനി സർവീസ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടി അല്ലേ? റീപ്ലേസ് ഒന്നുമില്ല. മാനുവൽ അല്ലേ? അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും. മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? എത്ര പറയണേന്? ഇത് 6,35,000 രൂപ. 6,35,000 രൂപ. ഡീസലാണ്, മൈലേജ് ഉള്ള വണ്ടിയാണ്. പ്രോപ്പർ തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഹാച്ച് ബാക്ക് അല്ല സെഡാൻ ടൈപ്പ് ഡിസൈർ 2019 മോഡല് സിംഗിൾ ഓണർ വണ്ടി. 24,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള വണ്ടി. 19 മോഡൽ സിംഗിൾ ഓണർ അല്ലേ? 25,000 കിലോമീറ്റർ. 25,000 കിലോമീറ്റർ. ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. VXI ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് അല്ലേ? കമ്പനി സർവീസ്. കുത്തവണ്ടി പോലെ ഇരിക്കുന്ന ഒരു വണ്ടിയാണ്. ഓട്ടോമാറ്റിക് തന്നെയാണ് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. ഓക്കെ. എത്ര പറയണേന്? ഇത് 6,75,000 രൂപ. 6,75,000 ആണ് പറയുന്നത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ക്യാമറ വെക്കുമ്പോൾ ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ? അതാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് പിടിക്കണേ. ഓക്കെ. ഇനി നമുക്ക് ഏതാ കാണിക്കുന്നത്? 6,50,000 രൂപയാണ് കേട്ടോ. 6,50,000 അല്ലേ? 6,50,000 ആണ് കേട്ടോ. പക്ഷെ അത് നെഗോഷ്യബിൾ റേറ്റ് അല്ലേ? അത് ഡയറക്റ്റ് ഒന്ന് സംസാരിക്കാം. പെട്രോൾ ആണ് കേട്ടോ. അതും ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ ആണ്. 25,000 ഓടിയിട്ടുള്ളൂ കേട്ടോ. നല്ല ടയറോളാണ്. അതുപോലെ ഗ്രാൻഡ് ആയിട്ട് നിയോസ് ഉണ്ട്. 2020 മോഡൽ. i10 ടോപ്പ് ഉണ്ട് അല്ലേ? 20 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 66,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. ഇതും ഓട്ടോമാറ്റിക് തന്നെയാണ് കേട്ടോ. ഓട്ടോമാറ്റിക് തന്നെയാണ് അല്ലേ? ഞാൻ ജസ്റ്റ് വേഗം എടുത്ത് പോകുന്നുണ്ട്. നമുക്ക് ഒരുപാട് വണ്ടികളുണ്ട്. ഇതിന് എത്രയാ പറയണേ? ഇത് 5,75,000. 5,70,000. നമുക്കിത് കാണിച്ചൂടെ? കാണിച്ചു നമുക്കെല്ലാം ചെറുതായിട്ട് കാണിക്കാം. ഓക്കെ. ഇതോ? ഇത് 2013 സ്വിഫ്റ്റ് ZDI. സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ അതിന്റെ ഇപ്പോ 1,05,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുള്ള് കമ്പനി ഇഷ്ടമുള്ള വണ്ടിയാണ്. ഡീസൽ വേരിയന്റ്. 10-20 മൈലേജ് കിട്ടും. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും. എത്ര പറയണം നമുക്ക്? 4,40,000. 4,40,000 രൂപ കേട്ടോ ഈ വണ്ടിക്ക് പറയണേ. ഹാച്ച് ബാക്ക് ആണ്. ഇതോ? ഇതേപോലെ റെഡിഗോ ഓട്ടോമാറ്റിക്കാ അല്ല മാനുവൽ. 2016 മോഡൽ. 16 മോഡൽ ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കണം കേട്ടോ വണ്ടി. ഇത് 2 ലക്ഷം രൂപ നമ്മൾ ആസ്ക് ചെയ്യുന്നു. 2 ലക്ഷം രൂപ നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ആണ്. നിങ്ങൾ ഡയറക്റ്റ് വരാം കേട്ടോ. വണ്ടിക്ക് മേജർ റീപ്ലേസ് രണ്ട് പവർ വിൻഡോ ഉണ്ട്. പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം, AC എല്ലാം കേട്ടോ. 3 സിലിണ്ടർ വണ്ടി. അതേപോലെ തന്നെ ടെസ്റ്റ് കഴിഞ്ഞ ടെസ്റ്റ് കഴിഞ്ഞ് നിൽക്കുന്നു അല്ലേ? 2030 വരെ പേപ്പറുള്ള വണ്ടിയാണ്. 30 വരെ പേപ്പറുള്ള വണ്ടി. ഇത് 2,35,000 രൂപ പറയും. 2,35,000. മേജറായിട്ട് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഒന്നും കാര്യങ്ങളും. ശരി പറ്റും. ഞാൻ